ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2023 പുറത്തിറങ്ങിയിട്ടുള്ള ബുട്ടബൊമ്മ എന്ന ഒരു തെലുങ്ക് മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് വന്ന് നിർത്തുന്നു. ആ ബസ്സിനുള്ളിൽ നിന്നും ഒരു പെൺകുട്ടി നേരെ ഇറങ്ങുകയാണ്. അവളാണ് നമ്മളുടെ സിനിമയുടെ ഹീറോയിൻ ആയിട്ടുള്ള സത്യ. അവൾ അങ്ങനെ ഇറങ്ങി പോകാൻ തുടങ്ങുന്ന സമയത്ത് കണ്ടക്ടർ അവളെ വിളിച്ചിട്ട് അവൾക്ക് ബാക്കി ചേഞ്ച് കൊടുക്കുന്നു. നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ സിറ്റിയിലൊക്കെ വന്ന് ബസ് ഇറങ്ങിയ സമയത്ത് അവൾ ഭയങ്കര ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത്. അവളുടെ ഭയം അവളുടെ മുഖത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവളിപ്പോൾ അവളുടെ ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ട് താനിവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ഫ്രണ്ടിനെ അറിയിക്കുന്നു. അതിനുശേഷം ഹീറോയിൻ അവിടെ നിന്നിട്ട് ആരെയോ കോൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ കോള് കണക്റ്റ് ആവുന്നതേ ഇല്ല. അങ്ങനെ നമ്മളുടെ ഹീറോയിൻ ഇപ്പോൾ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ലഗേജ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന ഒരാൾ നമ്മളുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുന്നു. അവളപ്പോൾ ഒന്നും പറയാതെ അയാളുടെ അടുത്ത് നിന്നും ആകെ പേടിച്ച് മുന്നോട്ട് നടക്കുന്ന സമയത്ത് അയാൾ തൻ്റെ കൂടെയുള്ള ഒരാളെയും കൂട്ടിയിട്ട് അവളെ ഫോളോ ചെയ്യുന്നു. അവളപ്പോൾ ആകെ പേടിച്ച് കുറേ മുന്നോട്ട് നടന്നിട്ട് അവിടെ ഒരു പോലീസ് ഓഫീസറെ കണ്ടപ്പോൾ അയാളുടെ അടുത്ത് പോയി നിൽക്കുന്നു. എന്നാൽ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആ പോലീസ് ഓഫീസർ അവിടെ നിന്ന് പോവുകയാണ്. അവളാണെങ്കിൽ ആകെ പേടിച്ച് പെട്ടെന്ന് തന്നെ അവിടെ കണ്ടിരുന്ന ലേഡീസ് ടോയ്ലറ്റിലേക്ക് പൈസയും കൊടുത്തിട്ട് അകത്ത് കയറുന്നു. എന്നിട്ട് അവൾ അവിടെ വാഷ്റൂമിനുള്ളിൽ കയറിയിട്ട് അവിടെ നിന്നും ആ ഒരു വ്യക്തിയെ കോൾ ചെയ്യുകയാണ്. പക്ഷേ അവൾ എത്ര വിളിച്ചിട്ടും അവിടെ നിന്നും കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സോ ഇവൾ ആരെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്, എന്താണ് ശരിക്കും സംഭവിച്ചതെന്നുള്ളതൊക്കെ നമുക്ക് ഫ്ലാഷ് ബാക്കിലൂടെ നോക്കാം. നമ്മളുടെ ഹീറോയിൻ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയാണ്. അവളും അവളുടെ കൂട്ടുകാരിയും കൂടി ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ ഒരു അമ്പലം പോലെയുണ്ട്. അവിടെ അവളൊരു ബൊമ്മയെ വെച്ചിട്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് വരുന്നത് വരെ ഇതിനെ ഭദ്രമായിട്ട് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അവിടെ വെച്ച് കട്ടായി മറ്റൊരു ഗ്രാമത്തിൽ മുരളി എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറെ കാണിക്കുന്നു. അവനാണെങ്കിൽ രാവിലെ ഇപ്പോൾ സ്കൂളിൻ്റെ ഓട്ടോ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് അവരുടെയും കൂടി കുട്ടിയെ ഈ ഓട്ടോയിൽ കയറ്റാവോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അവനാണെങ്കിൽ ഓവർലോഡ് ആകും, അത് കുട്ടികൾക്കും ആപത്താണെന്ന് പറഞ്ഞിട്ട് അത് റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് വ്യക്തികൾ വന്നിട്ട് പറയുന്നു, ഇപ്പോൾ ഒരുപാട് ഓട്ടോക്കാരൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓവർലോഡൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, നീ അങ്ങനെയുള്ള ഒരാളല്ല, നല്ലവനാണെന്നൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ അവൻ പിള്ളേരെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നു. അപ്പോൾ ഒരു ചേച്ചി വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുമ്പോൾ അവൻ നേരെ അങ്ങോട്ട് പോവുകയാണ്. അവനങ്ങനെ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു പയ്യനാണ്. ഇപ്പോൾ നമ്മളുടെ ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ടൗണിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഹീറോയിൻ്റെ ഫോൺ മേടിച്ചിട്ട് അവളുടെ ഫ്രണ്ട് അവളുടെ കാമുകനെ വിളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോയിൻ പെട്ടെന്ന് വാ, എൻ്റെ അച്ഛൻ ഇപ്പോൾ വരും എന്ന് പറയുന്നു. അങ്ങനെ കൂട്ടുകാരി ഇപ്പോൾ കോൾ കട്ട് ചെയ്തിട്ട് നമ്മളുടെ ഹീറോയിൻ്റെ കൂടെ വരുന്നു. എന്നിട്ട് അവളുടെ അടുത്ത് കൂട്ടുകാരി പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ എൻ്റെ കാമുകനെ വിളിക്കാനായിട്ട് ഒരു ഫോൺ പോലും ഇല്ല, നിനക്ക് ഫോണെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ഹീറോയിൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ കാണിച്ചിട്ട് അവളുടെ അടുത്ത് പറയുന്നു, ഈ ഫോണും കൊണ്ടൊക്കെ നമ്മൾ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഏലിയനെ കാണുന്ന പോലെ ആയിരിക്കും ആളുകൾ കാണുന്നുണ്ടാവുക. കാരണം ഇപ്പോൾ ഫോണുകളൊക്കെ ഒരുപാട് അപ്ഡേറ്റ് ആയി, നമ്മളാണ് ഇപ്പോഴും ഈ പഴയ ഫോണൊക്കെ വെച്ച് നടക്കുന്നതെന്ന്. അപ്പോൾ ഇവരുടെ നാട്ടിൽ വലിയൊരു പണക്കാരനുണ്ടായിരുന്നു. അയാൾക്ക് സ്വന്തമായിട്ട് മില്ലൊക്കെ ഉണ്ട്. അയാളുടെ മില്ലിനാണ് ആ നാട്ടിലുള്ള കുറേ പേര് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്കാണെങ്കിൽ നമ്മളുടെ ഹീറോയിൻ്റെ മേലെ ഒരു കണ്ണുണ്ട്. എന്നാൽ നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ അയാളെ മൈൻഡ് ചെയ്യുന്നേയില്ല. അങ്ങനെ നമ്മളുടെ ഹീറോയിൻ ഇപ്പോൾ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് അവളുടെ അച്ഛൻ എവിടെയാണ് പോയത്, എന്താണ് ലേറ്റ് ആയത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. കാരണം ആൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരൻ്റാണ്. അവിടെ വെച്ച് കട്ടായി ഇപ്പം നമുക്ക് മുരളിയെ കാണിക്കുന്നു. മുരളിയും തൻ്റെ ഫ്രണ്ട്സും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ മദ്യപിച്ച് ചീട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അങ്ങനെ ഇരിക്കുന്നു. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ അടുത്ത ദിവസം നമ്മളുടെ ഹീറോയിൻ്റെ കൂട്ടുകാരി അവളുടെ വീട്ടിലേക്ക് അവളുടെ ചേച്ചിയുടെ അങ്ങാണ്ട് ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് അത് അവളെ കാണിക്കാൻ വേണ്ടി വരുന്നു. എന്നാൽ നമ്മളുടെ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ ഈ ഫോൺ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോൺ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചു വെച്ചിട്ട് നമ്മളുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് കൂട്ടുകാരിനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇപ്പോൾ കൂട്ടുകാരി വന്നിട്ട് ഞാൻ ആൻഡ്രോയിഡ് ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്നതായിരുന്നു നിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ നിന്റെ അച്ഛൻ അത് മേടിച്ചു വെച്ചു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, അതൊന്നും പ്രശ്നമില്ല, ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു ഫോൺ മേടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവള് പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഒരു ഷോറൂമിന്റെ ഒരു നോട്ടീസൊക്കെ കാണിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയിൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവളുടെ അമ്മ പറയുന്നു, ആ ബ്ലൗസ് റെഡിയായി എന്ന് ആ ചേച്ചീനെ ഒന്ന് വിളിച്ചു പറയണമെന്ന്. അങ്ങനെ അവളിപ്പോൾ നമ്പർ ഡയൽ ചെയ്ത് കോൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്പർ തെറ്റിയിട്ട് നേരെ നമ്മളുടെ മുരളി ഉണ്ടല്ലോ ഓട്ടോ ഡ്രൈവർ, അവന് കോൾ പോവുകയാണ്. ഹീറോയിൻ അങ്ങനെ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്താണ് നമ്പർ മാറി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്ത് നമ്പറൊക്കെ കറക്റ്റായിട്ട് ഡയൽ ചെയ്തിട്ട് ആ ചേച്ചിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു.
ഇപ്പോൾ നമ്മളുടെ ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ പകുതി വഴി എത്തിയപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു, ഞാൻ ശരിക്കും നിൻ്റെ കൂടെ അമ്പലത്തിൽ വന്നത് എൻ്റെ ബോയ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീ അമ്പലത്തിൽ പോയിട്ട് വാ, ഞാൻ അവൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ നമ്മളുടെ ഹീറോയിൻ അവളുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് മനസ്സിലാവാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ നമ്മളുടെ ഹീറോയിൻ ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവളിങ്ങനെ പറയുന്നു, എന്നെ എപ്പോഴും ഇവളിങ്ങനെ ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കും നല്ലൊരു ബോയ് ഫ്രണ്ടിനെ തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. കറക്റ്റ് സമയത്ത് നമ്മളുടെ മുരളി തിരിച്ച് അവളുടെ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ റോങ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് കട്ടാക്കുകയാണ്. അവൻ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളത് അവോയ്ഡ് ചെയ്യുന്നു. അടുത്ത സീനിൽ നമുക്ക് ആ മില്ലിൻ്റെ ഓണറെ കാണിക്കുന്നു. അവൻ്റെ പേര് ചിന്നു എന്നാണ്. അപ്പോൾ ചിന്നു ആണെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് ഒരു തുണിക്കട തുടങ്ങാനുള്ള പ്ലാനാണ്. അവൻ്റെ അമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ ഓൾറെഡി മില്ലൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ ഈ തുണിക്കട തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ അവൻ്റെ കൂടെയുള്ള ആൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, തുണിക്കടയാണെങ്കിലല്ലേ അവൾ വരുള്ളൂ, ഇല്ലെങ്കിൽ മില്ലിലേക്ക് അവൾ വരില്ലല്ലോ എന്ന്. ശരിക്കും ഈ ചിന്നുവിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഹീറോയിനെ ചിന്നുവിന് ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയാം, പക്ഷെ അമ്മയ്ക്ക് അവൻ അവളെ സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല. അവിടെ വെച്ച് കട്ടായി ഇപ്പം നമുക്ക് വീണ്ടും മുരളിയെ കാണിക്കുന്നു. മുരളിയാണെങ്കിൽ എല്ലാ ദിവസത്തെയും പോലെ തന്നെ എല്ലാവരുടെ അടുത്തും വളരെ കൈൻഡായിട്ട് പെരുമാറി അവൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നൈറ്റ് അവൻ എല്ലാ ദിവസത്തെയും പോലെ തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്നു. ഫ്രണ്ട്സ് എല്ലാവരും മദ്യപിച്ച് ചീട്ടൊക്കെ കളിക്കുമ്പോഴും അവൻ അതൊക്കെ നോക്കി ഇങ്ങനെ ജസ്റ്റ് ഇരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു ഫംഗ്ഷന് വന്നിരിക്കുകയാണ്. അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് അവളുടെ ഫോണിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുരളിയുടെ കോൾ വരുന്നു. അവളപ്പോൾ കോൾ എടുത്തിട്ട് പറയുന്നു, ഞാൻ ഒരുപാട് തവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ നമ്പർ മാറി പോയതാണെന്ന്, പിന്നെയും എന്തിനാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നത്, നിങ്ങളുടെ വോയിസ് നല്ല രസമുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളുടെ പേരറിയാലോ എന്നൊക്കെ വിചാരിച്ച് വിളിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അവൻ ജസ്റ്റ് ഒരു ഫ്ലേട്ടിംഗ് എന്നുള്ള രീതിയിലൊക്കെ അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവളാണെങ്കിൽ അവോയ്ഡ് ചെയ്ത് വിടുന്നു. ആ സമയത്ത് കറക്റ്റ് അവളുടെ അച്ഛൻ ആരാണ് ഫോണിൽ നിന്ന് ചോദിക്കുമ്പോൾ അവൾ കസ്റ്റമർ കെയർ ആണെന്ന് പറഞ്ഞിട്ട് നേരെ ഫോൺ താഴേക്ക് വെക്കുകയാണ്. അതായത് കട്ടാക്കാതെ കോള് താഴേക്ക് വെക്കുന്നു. അപ്പോൾ ശരിക്കും അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മുരളിക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയിനൊക്കെ എന്തോ ഒരു കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ഹീറോയിൻ അറിയുന്നുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് മുരളിക്ക് അതിൻ്റെ ആൻസർ അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അവൾക്ക് അയക്കുന്നു. അങ്ങനെ അവൾ ആ ടെക്സ്റ്റ് മെസ്സേജ് നോക്കിയിട്ട് ആൻസർ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. അങ്ങനെ ഒന്ന് രണ്ട് ചോദ്യത്തിൻ്റെ ആൻസർ മുരളി അവൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവിടെ ഒരു കോൺവെർസേഷൻ ബിൽഡാക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷവും മുരളി അവളെ കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അവൾ അവോയ്ഡ് ചെയ്ത് വിടുകയാണ്. അങ്ങനെ ഇരിക്കെ നമ്മളുടെ ചിന്നുവിൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. അതങ്ങനെ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് ആയതുകൊണ്ട് എല്ലാവരും അവിടേക്ക് എത്തുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോയിനും അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട്. അവരങ്ങോട്ട് വന്നിട്ട് അവരിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് ബില്ലിങ്ങിൻ്റെ സെഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ചിന്നുവിൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അതായത് എല്ലാവർക്കും ഡിസ്കൗണ്ട് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ കട എങ്ങനെയാണ് റൺ ആവുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഹീറോയിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇവൾക്ക് പ്രായമായില്ലേ, ഇവളെ കല്യാണം കഴിപ്പിക്കാനായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അച്ഛനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് എന്തോ പോലെയായിട്ട് അവരവിടെ നിന്ന് പോകുന്നു. ഇവളുടെ അച്ഛനാണെങ്കിൽ അവരുടെ മില്ലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എതിർത്തൊന്നും സംസാരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ പോരുന്നു. അങ്ങനെ നമ്മളുടെ ഹീറോയിൻ ഇപ്പോൾ സാഡായിട്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് മുരളിയുടെ കോൾ വരുന്നു. അങ്ങനെ അവൾ കോൾ എടുത്ത് സംസാരിക്കുമ്പോൾ അവൾ ഇന്ന് നടന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട സമയത്ത് മുരളി അവളെ കുറേ സമാധാനപ്പെടുത്തുന്നു. അവിടെ വെച്ച് കേട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവളുടെ അനിയത്തി ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു പയ്യൻ്റെ സൈക്കിളിൻ്റെ പുറകിൽ കയറിയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവളുടെ അച്ഛൻ ദേഷ്യം വന്നിട്ട് അവളെ തല്ലാൻ വേണ്ടിയിട്ട് അവളുടെ പുറകെ വരുന്നു. അവൾ പെട്ടെന്ന് ഓടി അവളുടെ അമ്മയുടെ പുറകിൽ പോയിട്ട് ഒളിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, മോളെ എന്തിനാണ് ഈ തല്ലാൻ വേണ്ടി ഓടിക്കുന്നതെന്ന്. അപ്പോൾ അവളുടെ അച്ഛൻ അവളിങ്ങനെ ഒരുത്തൻ്റെ പുറകിൽ സൈക്കിളിൽ കയറി വന്നു എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ അവൾ 10 കിലോമീറ്റർ എനിക്ക് ക്ലാസ്സിലേക്ക് നടക്കാനുണ്ട്, നടന്ന് ഞാൻ മടുത്തു, അപ്പോൾ എൻ്റെ സീനിയർ ആണത്, അപ്പോൾ ആൾ ഈ വഴി ആയതുകൊണ്ട് ഞാൻ കയറിയതാണെന്ന് പറയുന്നു. ഒന്നെങ്കിൽ എൻ്റെ സ്കൂളിലെ പഠിത്തം നിർത്തണം, ഇല്ലെങ്കിൽ എനിക്ക് സൈക്കിൾ മേടിച്ച് തരണം, ഇതിലെന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാതെ ഞാൻ ഇനി സ്കൂളിൽ പോവില്ല എന്നുള്ള കാര്യം അവൾ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് കേട്ട സമയത്ത് നമ്മളുടെ ഹീറോയിൻ വേറെ വഴിയില്ലാതെ അവളുടെ കയ്യിൽ അവൾ സേവിങ്സ് ആയി വെച്ചിരുന്ന ഒരു 5000 രൂപ എടുത്ത് കൊടുക്കുന്നു. അതായത് അവൾ ആൻഡ്രോയിഡ് ഫോൺ മേടിക്കണം എന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൈസയായിരുന്നു അത്. അടുത്ത സീനിൽ നമുക്ക് കാണിക്കുന്നത് മുരളി ഓട്ടോയിൽ തൻ്റെ 2 ചേച്ചിമാരെയും കൂട്ടിയിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ പോലീസ് കൈ കാണിച്ചിട്ട് എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ മൂവിക്ക് പോയതാണ്, ഇതെൻ്റെ ചേച്ചിമാരാണെന്നൊക്കെയുള്ള കാര്യം അവൻ പറയുന്നു. അതുപോലെ തന്നെ വണ്ടീൻ്റെ ബുക്കും പേപ്പറൊക്കെ കാണിച്ചിട്ട് അവനെ പറഞ്ഞു വിടുന്നു. അടുത്ത ദിവസം രാവിലെ നമ്മളുടെ ഹീറോയിൻ്റെ അനിയത്തി ചേച്ചി എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലം വരെ പോകുന്നു. അതെങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗ്രാമത്തിൻ്റെ ആ എൻട്രൻസ് ഭാഗത്തേക്കാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ വേറൊന്നുമല്ല, അവിടെ ഒരു വലിയ ബാനർ വെച്ചിട്ടുണ്ടായിരുന്നു.
അത് നമ്മളുടെ ചിന്നുവിൻ്റെ ടെക്സ്റ്റൈൽസിൻ്റെ ബാനറായിരുന്നു. അതിൽ നമ്മളുടെ ഹീറോയിൻ്റെ പടമായിരുന്നു മോഡലിൻ്റെ പടമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ഹീറോയിൻ അത് കണ്ട സമയത്ത് ഭയങ്കര സന്തോഷമാകുന്നുണ്ടെങ്കിലും അവളുടെ അച്ഛൻ അതൊക്കെ ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം ഓർത്തിട്ട് അവൾക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ചിന്നുവിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മളുടെ ഹീറോയിൻ്റെ അച്ഛൻ കടയിൽ ചെന്നിട്ട് ചിന്നുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണെന്ന് വെച്ചിട്ട് വെറുതെ ഞങ്ങളുടെ ജീവിതം കൊളന്തോണ്ടാൻ നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ നമ്മളുടെ ഹീറോയിൻ മുരളിയുമായിട്ട് നല്ലൊരു കോൺവെർസേഷനും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ബന്ധമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളിപ്പോൾ നേരെ മുരളിയെ കോൾ ചെയ്യുന്ന സമയത്ത് മുരളിയുടെ ചേച്ചിയാണ് കോൾ എടുക്കുന്നത്. ചേച്ചി കോൾ എടുത്തിട്ട് ഇവനാണെങ്കിൽ എപ്പോൾ നോക്കിയാലും നിൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ, നിന്നെക്കുറിച്ച് പറയാനേ സമയമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുരളിയെക്കുറിച്ച് നല്ല പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ തന്നെ അവൾക്കും മുരളിയോട് ഒരു നല്ല അഭിപ്രായം വരികയാണ്. അതിനുശേഷം അവൾ മുരളിയുടെ അടുത്ത് ഒരുപാട് സംസാരിക്കുന്നു. അപ്പോൾ അവൾക്ക് മുരളിയെക്കുറിച്ച് നല്ലൊരു മതിപ്പ് അവളുടെ ഉള്ളിൽ ഡെവലപ്പായിട്ടുണ്ട്. അതായത് മുരളി ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യുന്നതാണ്, അതുപോലെ അവൻ വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നൊക്കെ അവൾ പതിയെ പതിയെ മനസ്സിലാക്കുന്നു. അങ്ങനെ മുരളിയോട് അവൾക്ക് തോന്നുന്ന ആ ഒരു ഇഷ്ടം പിന്നീട് പ്രണയമായി മാറുകയാണ്. അങ്ങനെ ഇവർ നല്ല രീതിയിൽ പ്രണയത്തിലായി നിൽക്കുന്ന സമയത്താണ് ചിന്നു ഒരു ദിവസം പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഇവളുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇവൾക്ക് ഈ കല്യാണം അങ്ങനെ നടന്നാൽ എന്താക്കുന്നു വിചാരിച്ചിട്ട് ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ആവുകയാണ്. പക്ഷേ അവിടെ വീട്ടിൽ വന്നിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്നുവിൻ്റെ അമ്മ ഇവരെ ഭയങ്കരമായിട്ട് അപമാനിക്കുകയാണ്. അതായത് എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരുത്തൻ്റെ മോളെ എൻ്റെ മകന് കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കി അവരെ അപമാനപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ നമ്മളുടെ ഹീറോയിന് ശരിക്കും അതിൽ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല, സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ആ കല്യാണം മുടങ്ങിയല്ലോ എന്നോർത്തിട്ട്. അങ്ങനെ അവളിപ്പോൾ മുരളിയുടെ അടുത്ത് കോളൊക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അവിടെ വെച്ച് കെട്ടായി ഇപ്പോൾ ചിന്നുവും അവൻ്റെ അമ്മയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കാണിക്കുന്നു. ആ സമയത്ത് ചിന്നു ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒട്ടും ഹാപ്പിയല്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ മാത്രമേ ഞാൻ ഹാപ്പി ആവുകയുള്ളൂ എന്ന്. അങ്ങനെ ഇപ്പോൾ ചിന്നുവിൻ്റെ അമ്മ ഒരുപാട് ആലോചിച്ചിട്ട് ശരി ഓക്കെ എന്തായാലും അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് അവർ കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് മുരളിയെ വിളിച്ച് സംസാരിക്കുകയാണ്. മുരളി അപ്പോൾ അവളുടെ അടുത്ത് എന്നാൽ പിന്നെ നീ എൻ്റെ അടുത്തേക്ക് പോരേ എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെ പോകും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവൾക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൾ അവൻ്റെ അടുത്ത് ഓക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കെ ഇവളുടെ വീട്ടുകാരെല്ലാവരും കൂടി ഇപ്പോൾ പുറത്ത് നാട്ടിലുള്ള ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഹീറോയിനോടും അനിയത്തിയോടും ഇവിടെ ഇരിക്കാനാണ് പറയുന്നത്. പക്ഷേ അനിയത്തിയാണെങ്കിൽ എനിക്ക് എന്തായാലും വരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് കൊണ്ട് നമ്മളുടെ ഹീറോയും പറയുന്നു കുഴപ്പമില്ല, ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടി ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ സേഫായിട്ട് പോയിട്ട് വാ എന്ന് പറയുന്നു. അങ്ങനെ വീട്ടുകാരും ഓക്കെ പറഞ്ഞിട്ട് അനിയത്തിയും അച്ഛനും അമ്മയും കൂടി പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ വീട്ടുകാർ വരുന്നതിന് മുമ്പ് പോയിട്ട് അവനെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അവൾ പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്. അങ്ങനെ അവൾ കൂട്ടുകാരിൻ്റെ അടുത്ത് പറയുമ്പോൾ കൂട്ടുകാരി ആദ്യം വേണ്ടതൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് അവൾ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയിൻ്റെ കൂട്ടുകാരിയാണ് അവളെ ബസ് കയറ്റി വിടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് അവൾ ബസ് സ്റ്റാൻഡിൽ വരുന്നതും അവളെ രണ്ടുപേരും ഫോളോ ചെയ്യുന്നതും പിന്നെ അതുപോലെ അവൾ നേരെ വാഷ്റൂമിൽ കയറി ഒളിക്കുന്നതും. ഇപ്പോൾ അവളെ ഫോളോ ചെയ്തു വന്ന രണ്ടുപേരും ആ വാഷ്റൂമിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെന്നിട്ട് അവിടെ കൗണ്ടറിലിരിക്കുന്ന ആ ചേച്ചിയുടെ അടുത്ത് ഒരു പെണ്ണിങ്ങനെ ഉള്ളിൽ പോയിട്ട് കുറേ നേരമായല്ലോ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ചേച്ചിയും അകത്ത് കയറിയിട്ട് അവളുള്ള ടോയ്ലറ്റിൻ്റെ ഡോർ ഇങ്ങനെ തട്ടുകയാണ്. എന്നിട്ട് അവളോട് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറയുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ വീണ്ടും വീണ്ടും മുരളിയെ കോൾ ചെയ്യുന്നു. അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ നമ്മളുടെ ഹീറോയിന് മുരളിയുടെ കോൾ കണക്റ്റ് ആവുകയാണ്. അവളുടെ അടുത്ത് അവൻ എവിടെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാനിവിടെ ബസ് സ്റ്റാൻഡിലുണ്ടെന്ന്. അങ്ങനെ അവൻ ഓക്കെ ശരി ഞാനിപ്പോൾ അവിടേക്ക് എത്താം എന്ന് പറയുമ്പോൾ അവൾ നേരെ ടോയ്ലറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഹീറോയിൻ ആ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈ രണ്ടു പേരും അവളെ ഫോളോ ചെയ്തു വരുന്നു. പക്ഷേ കറക്റ്റ് സമയത്ത് നമ്മളുടെ ഹീറോയിൻ്റെ തോളത്ത് ഒരാൾ പുറകിൽ നിന്ന് വന്ന് തട്ടുകയാണ്. അത് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയെ കണ്ട ഉടനെ തന്നെ ഇവളെ ഫോളോ ചെയ്തു വന്ന രണ്ടുപേരും പേടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ നമ്മളുടെ രാമകൃഷ്ണനെ കണ്ടിട്ട് നമ്മളുടെ ഹീറോയിൻ മുരളിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നിട്ട് അവൾ അവൻ്റെ അടുത്ത് നിന്നെ ഞാൻ എത്ര നേരമായിട്ട് കോൾ ചെയ്യുന്നു, നിനക്കെന്താ കോൾ എടുത്തൂടെ, എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യാന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവനിപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവൾക്ക് വെള്ളം മേടിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോണ് സ്വിച്ച് ഓഫ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അതായത് മുരളിയുടെ ഫോണ് എങ്ങനെയോ അവൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ ഈ രാമകൃഷ്ണൻ ആരാണെന്നുള്ളത് നമുക്ക് കാണിക്കുകയാണ്. ഒരു കടയിൽ ഒരുത്തൻ വന്നിട്ട് വെള്ളം ചോദിക്കുകയാണ്. അവിടെ പ്രായമായിട്ടുള്ള ആ കടയിൽ നിൽക്കുന്ന ചേട്ടൻ വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ ഇതല്ല ഇതിനേക്കാളും തണുത്തത് വേണമെന്ന് പറയുന്നു. അയാളപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തു കൊടുത്തപ്പോൾ ഇതിനേക്കാളും തണുത്ത വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ കുപ്പിയൊക്കെ എറിഞ്ഞു കളയുന്നു. ഇത് കണ്ടിട്ട് ഉള്ളിൽ നമ്മളുടെ രാമകൃഷ്ണൻ ഇരിപ്പുണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് 2 സോഡാ കുപ്പി എടുത്തിട്ട് അവനിട്ട് എറിഞ്ഞ് അവനെ ഓടിക്കുകയാണ്. അപ്പോൾ ആ കടക്കാരൻ അയാളെ രക്ഷിച്ചതിന് നന്ദിയൊക്കെ പറയുന്നു.
ഈ രാമകൃഷ്ണനാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോവാതെ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അവനിപ്പോൾ തൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ്റെ അടുത്തും പൈസയൊന്നും ഇല്ല എന്ന് പറയുന്നു. അതിനുശേഷം അവനിപ്പോൾ ഇങ്ങനെ ജംഗ്ഷനിൽ നിന്നിട്ട് അതിലെ ഒരു ബസ് വരുമ്പോൾ ആ ബസ്സിന് പോയിട്ട് അവൻ്റെ വണ്ടി കൊണ്ട് പോയിട്ട് വട്ടം വെക്കുകയാണ്. എന്നിട്ട് ആ ബസ്സിൽ നിന്നും ഒരു പെണ്ണിറങ്ങി വന്നിട്ട് നേരെ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ആ പെണ്ണ് വേറെ ആരും ആയിരുന്നില്ല, അവൻ്റെ ലവറായിരുന്നു. അങ്ങനെ അവനിപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അവളുടെ അടുത്ത് പൈസ ചോദിക്കുന്നു. പക്ഷേ അവളപ്പോൾ കൊടുക്കുന്നില്ല. അതിനുശേഷം അവൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡൻ റിങ് അവൻ മേടിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇത്തരത്തിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ തമ്മിലുള്ള പ്രണയം എന്ന് പറയുന്നത് അത്രയും ഡീപ്പർ ആണെന്നുള്ളത് അവരുടെ കോൺവെർസേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇപ്പോൾ നൈറ്റ് നമ്മളുടെ രാമകൃഷ്ണൻ്റെ ഗേൾ ഫ്രണ്ട് അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് ജോലിക്ക് പോയിക്കോ, ഇല്ലെങ്കിൽ എന്നെ വേറെ ആരെങ്കിലും വെച്ച് കെട്ടിക്കും. അപ്പോൾ അവൻ നാളെ ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്, എന്തായാലും എനിക്ക് ജോലി കിട്ടുമെന്നൊക്കെ അവളുടെ അടുത്ത് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ രാമകൃഷ്ണൻ ഇൻ്റർവ്യൂവിന് പോവാണ്. അപ്പോൾ അവൻ്റെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ജോലിക്ക് പോകാത്തതെന്ന് അവൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അവൻ ഞാൻ ആഗ്രഹിച്ച ഒരു സാലറി കിട്ടാത്തത് കൊണ്ടാണ് പോകാത്തതെന്ന് പറയുമ്പോൾ അവർ പറയുന്നു, ഇവിടെ നീ ആഗ്രഹിച്ച പോലെ നല്ലൊരു സാലറി കിട്ടും, പക്ഷേ ആദ്യം തന്നെ ഈ ഒരു സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഒരു 4 ലക്ഷം രൂപ ഇവിടെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അവന് ദേഷ്യം വന്നിട്ട് അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ ടെൻഷനിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇൻ്റർവ്യൂവിന് വന്ന മറ്റൊരു വ്യക്തിയുമായിട്ട് അവൻ സംസാരിക്കുന്നു. അപ്പോൾ അയാളുടെ അടുത്ത് രാമകൃഷ്ണൻ സംസാരിക്കുമ്പോൾ അയാളുടെ അടുത്ത് പൈസയല്ല ചോദിച്ചത്, ഒരു പെണ്ണിനെ സെറ്റാക്കി തരാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ രാമകൃഷ്ണൻ നേരെ അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. 4 ലക്ഷം രൂപ വേണമെന്നാണ് അവർ പറയുന്നത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷമാണ് രാമകൃഷ്ണൻ നേരെ അവിടെ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത്. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നപ്പോൾ അവിടെ എന്തോ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് മുരളിയുടെ മൊബൈൽ താഴേക്ക് വീഴാണ്. അത് വേറൊരുത്തൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് കറക്റ്റ് നമ്മളുടെ രാമകൃഷ്ണൻ അവനെ പിടിക്കുന്നത്. അങ്ങനെ രാമകൃഷ്ണൻ്റെ അടുത്ത് മുരളിയുടെ ഫോൺ കിട്ടുമ്പോഴാണ് ശരിക്കും നമ്മളുടെ ഹീറോയിൻ്റെ കോള് വരുന്നതും അവളുടെ കോള് അവൻ അറ്റൻഡ് ചെയ്യുന്നതും ഇപ്പോൾ ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നതും. ഇപ്പോൾ ഇതേ സമയത്ത് മുരളി തൻ്റെ മൊബൈൽ ഫോൺ അവിടെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഹീറോയിനെ അവൻ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവളെയും അവൻ അവിടെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നിട്ട് അവൻ അവിടെയുള്ള ബസ്സിലെ കണ്ടക്ടറുടെ അടുത്ത് ചോദിക്കുന്ന സമയത്താണ് അവൾ വന്ന ബസ്സിലെ കണ്ടക്ടർ നമ്മുടെ ഹീറോയിനെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ കറക്റ്റ് മുരളി അങ്ങോട്ട് വന്നിട്ട് നമ്മളുടെ ഹീറോയിനെ സത്യ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് കറക്റ്റ് നമ്മളുടെ ഹീറോയിൻ നേരെ മുരളിയുടെ നേരെ തിരിഞ്ഞപ്പോഴാണ് അവൾക്ക് അതാണ് മുരളി എന്ന് മനസ്സിലായത്. അപ്പോൾ പെട്ടെന്ന് തന്നെ രാമകൃഷ്ണൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ കൊടുത്തിട്ട് ഈ ഫോൺ എനിക്ക് താഴെ നിന്ന് കിട്ടി, അപ്പോൾ അത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോയിൻ പെട്ടെന്ന് ഇതല്ല മുരളി എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ ജസ്റ്റ് ഒന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെ അവളിപ്പോൾ ആകെ ടെൻഷനാവുന്ന സമയത്ത് രാമകൃഷ്ണൻ മുരളിക്ക് ഫോൺ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അതുപോലെ മുരളിയും അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ മുരളിയും നമ്മളുടെ ഹീറോയിനും കൂടി ഒരു പാർക്കിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് നല്ല റിലാക്സ്ഡ് ആയിട്ട് സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നു. എന്നാൽ അതേ സമയത്ത് നമ്മളുടെ ഹീറോയിൻ നോക്കുമ്പോൾ ഇവരെ ഫോളോ ചെയ്ത് നമ്മളുടെ രാമകൃഷ്ണൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഇവളെ നോക്കുന്നതൊക്കെ ആയിട്ട് ഹീറോയിൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം മുരളിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മുരളി അപ്പോൾ ഞാൻ എന്താണ് കാര്യം എന്ന് പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മളുടെ രാമകൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ അവൻ്റെ അടുത്ത് ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായിട്ട് തമ്മിൽ അവിടെ വെച്ചിട്ട് ഒരു ഫൈറ്റ് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഹീറോയിനും വരുന്നു. അവളെയും അവൻ തള്ളി വീഴ്ത്തുന്നുണ്ട്. അപ്പോഴേക്കും ആളുകളെല്ലാം കൂടി അപ്പോൾ നമ്മളുടെ രാമകൃഷ്ണനാണ് അടിയുണ്ടാക്കിയെന്നുള്ള രീതിയിൽ എല്ലാവരും അവൻ്റെ മേലെയാണ് കുറ്റം പറയുന്നത്. ഈ സമയത്ത് പോലീസ് അങ്ങോട്ട് വന്നിട്ട് അടിയൊക്കെ ഒഴിവാക്കി വിടുന്നു. ഇപ്പോൾ രാമകൃഷ്ണൻ അവിടെയുള്ള തൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് എന്നെ ഒരുത്തൻ അടിച്ചു, എനിക്ക് അവനെ ഇപ്പം തന്നെ തിരിച്ചടിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ആ ഫ്രണ്ട് നമുക്ക് ബാറിൽ പോയിട്ട് ചെറുത് അടിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ മുരളിയാണെങ്കിൽ നമ്മളുടെ ഹീറോയിനെ കൂട്ടിയിട്ട് നേരെ അവിടെയുള്ള ഒരു ലോഡ്ജിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് അവർ റൊമാൻസ് ചെയ്യാനൊക്കെ തുടങ്ങുന്നു. അപ്പോൾ ഇവർ നിലത്ത് വീണപ്പോൾ ഇവരുടെ ഡ്രസ്സൊക്കെ ചെളിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ട് വേറെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എന്നിട്ട് ഷർട്ടൊക്കെ മാറി ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അവൻ കഴിക്കാൻ ഭക്ഷണം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവളും അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് അവൻ നല്ല പയ്യനാണ്, കാണാൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ലോഡ്ജിലാണെന്ന് പറയുമ്പോൾ നിന്നോട് ആരാ ലോഡ്ജിലൊക്കെ പോകാൻ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ഫ്രണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹീറോയിനുള്ള ആ റൂമിൻ്റെ വാതിൽ ഒരു ലേഡി മുട്ടുന്നു. എന്നിട്ട് ആ ലേഡി വന്നിരുന്നിട്ട് അവളുടെ അടുത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ മുരളി ഒരു ഓട്ടോ വിളിച്ചിട്ട് അവിടേക്ക് വരികയാണ്. അപ്പം മുരളി ഇങ്ങനെ ഈ ലോഡ്ജിലേക്ക് ഓട്ടോ വിളിച്ച് പോകുന്നത് നമ്മളുടെ രാമകൃഷ്ണൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാമകൃഷ്ണൻ അവനെ ഫോളോ ചെയ്തു വരുന്നു. ഇപ്പോൾ മുരളി നേരെ അവിടേക്ക് വരുന്ന സമയത്ത് ആ ലേഡിയെ കാണുന്നുണ്ട്. അപ്പോൾ ആ ലേഡിയെ പുറത്തേക്ക് വിളിച്ചിട്ട് മുരളി ആ ലേഡിയുടെ അടുത്ത് അവൾ കാണാതെ ദേഷ്യപ്പെടുന്നുണ്ട്.
പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, നിങ്ങളുടെ അടുത്ത് സമയമാകുമ്പോൾ ഞാൻ വിളിക്കാമെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലേഡിയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോയിനെ ഇവൻ ഇവിടെ എത്തിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഇപ്പം നമ്മളുടെ മുരളി പുറത്ത് നിന്ന് ആ ലേഡിയുടെ അടുത്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മളുടെ ഹീറോയിൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പെട്ടെന്ന് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. പക്ഷെ അവനാണെങ്കിൽ അവളുടെ അടുത്ത് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയും അവളെ റേപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു. അതായത് അവൻ്റെ ക്യാരക്ടർ അപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവൻ ഭയങ്കര അഗ്രസീവായ രീതിയിൽ അവളെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങുന്നു. അവളപ്പോഴേക്കും ആകെ പേടിച്ച് ബാത്റൂമിനുള്ളിൽ കയറിയിട്ട് വാതിലടക്കുകയാണ്. ഇപ്പോൾ മുരളി അവളുടെ അടുത്ത് വാതിൽ തുറക്കുന്നു പറഞ്ഞിട്ട് ബാത്റൂമിൻ്റെ ഡോർ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് അവിടേക്ക് നമ്മുടെ രാമകൃഷ്ണനും ഫ്രണ്ടും വന്നിട്ട് വാതിൽ തുറന്ന് അകത്ത് കയറുന്നു. അങ്ങനെ അകത്ത് കയറിയിട്ട് മുരളിയെ പിടിച്ച് നല്ല പോലെ അടിക്കുന്നു. അങ്ങനെ മുരളീനെ ഭയങ്കരമായിട്ട് അടിച്ചിട്ട് ആ പെണ്ണ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ മുരളി ബാത്റൂമിനുള്ളിലാണെന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷവും അവനെ പിടിച്ച് അടിച്ച് അവശനാക്കിയിട്ട് മുരളി നേരെ ബാത്റൂം തുറന്നിട്ട് നമ്മളുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്, പേടിക്കണ്ട, റിലാക്സ് ആവെന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കുകയാണ്. അവളാണെങ്കിൽ ആകെ പേടിച്ചറിണ്ടാണ്. പക്ഷേ അവൾക്ക് മനസ്സിലായി ഇവൻ അവളെ രക്ഷിക്കാൻ വന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ ഏറ്റുവരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ രാമകൃഷ്ണൻ ഹീറോയിൻ്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് മുരളിയുടെ ഫോണ് രാമകൃഷ്ണൻ്റെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ അതിലേക്ക് ആ ലേഡിയുടെ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആ ലേഡി പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിനെ പെട്ടെന്ന് തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. അതായത് ഈ മുരളി എന്ന് പറയുന്നവനും ആ ലേഡിയൊക്കെ കൂടി ചേർന്നിട്ട് ഈ പെൺവാണിഭം, സെക്സ് റാക്കറ്റ്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവളെയും അതിൽ പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ ട്രാപ്പ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഈ പ്രണയവും കാര്യങ്ങളും ഒക്കെ നടിച്ചിട്ട് ഇവളെ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ രാമകൃഷ്ണന് ആദ്യം ആ ലേഡിയുടെ കോള് വന്നു, പിന്നെ നമ്മളുടെ ഹീറോയിൻ്റെ കോള് വന്നു. അപ്പോൾ രാമകൃഷ്ണന് ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിച്ചു. അതായത് നമ്മളുടെ ഹീറോയിനെയാണ് ഇവൻ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അവൻ ആ പാർക്കിലും എല്ലായിടത്തും ഇവരെ ഫോളോ ചെയ്തു വന്നത്. ഇപ്പോഴാണ് നമുക്ക് കാണിക്കുന്നത് മുരളി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവൻ ആരുടെയൊക്കെ അടുത്ത് കൈൻഡായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് അവൻ അത്തരത്തിലുള്ള ലേഡീസിൻ്റെ അടുത്ത് നിന്നൊക്കെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ രാമകൃഷ്ണനാണെങ്കിൽ മുരളിയുടെ ഫോൺ കിട്ടിയിട്ട് ഈ 2 കോളുകളും വന്നപ്പോൾ തന്നെ അവൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളായിരുന്നു എന്തായാലും ആ പെൺകുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ രാമകൃഷ്ണൻ തൻ്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇവളുടെ അടുത്ത് കോളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ നമ്മളുടെ ഹീറോയിനും രാമകൃഷ്ണൻ്റെ ഗേൾ ഫ്രണ്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗേൾ ഫ്രണ്ട് ഇവളെ സമാധാനപ്പെടുത്തുന്നു. അതിനുശേഷം രാമകൃഷ്ണൻ്റെ ഗേൾ ഫ്രണ്ട് അവൻ്റെ അടുത്ത് പറയുന്നു, ഇതുകൊണ്ടാണ് ഞാൻ നിന്നെ വിട്ടുപോകാത്തത്, കാരണം നിന്റെ കൂടെ ഞാൻ എപ്പോഴും സെക്യൂർ ആണെന്ന് എനിക്കറിയാം, നീ എന്തായാലും ആ പെൺകുട്ടിയെ സേഫായിട്ട് പറഞ്ഞു വിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കോൾ കട്ട് ചെയ്യുന്നു. ഇപ്പം നമ്മളുടെ ഹീറോയിൻ്റെ അടുത്ത് രാമകൃഷ്ണൻ നിന്നെ എവിടെയാണ് കൊണ്ടുപോയാക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ ഒന്ന് ബീച്ചിൽ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ രാമകൃഷ്ണൻ അവളെ കൂട്ടിയിട്ട് നേരെ ബീച്ചിലേക്ക് ചെല്ലുന്നു. കാരണം അവൾക്ക് ബീച്ചിൽ പോകണമെന്ന് ഒരുപാട് നാളുകളായിട്ടുള്ള ആഗ്രഹമാണ്. അങ്ങനെ കടലൊക്കെ കാണിച്ച് അതിനുശേഷം അവളെ നേരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അതിനുശേഷം ഈ മുരളീൻ്റെ പേരിൽ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ട് മുരളിയെയും അവൻ്റെ ചേച്ചിമാരെയും എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു. ഇവരെല്ലാവരും ഈ സെക്സ് റാക്കറ്റിൻ്റെ കണ്ണികളായിരുന്നു. സോ ഫ്രണ്ട്സ്, ആദ്യം മുതലേ മുരളിയാണെങ്കിലും അവൻ്റെ ചേച്ചിമാരെ ആണെങ്കിലും എല്ലാവരും നല്ലവരായിട്ടാണ് ഈ ഒരു മൂവിയിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വരുന്ന സമയത്താണ് അവരുടെയൊക്കെ യഥാർത്ഥ മുഖം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.